നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിലെ തേർഡ് ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ആണ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണല്ലേ പഠിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഫോർ വിച്ച് y is equal to mx plus 3. അപ്പോൾ y equal to mx plus 3 എന്ന് പറഞ്ഞാൽ വേറൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 2x plus 3y is equal to 11 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്നോ അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. അത് അടുത്ത ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ്. അത് ഏത് ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു. ഇപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഒന്നുകിൽ എനിക്ക് വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് ഇന്നത് ഈ ഇക്വേഷൻ തന്നെ എടുക്കണം അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന്, ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനാണ്, ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ y is equal to എന്നുള്ളത് സോൾവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 3y is equal to എന്ത് വരും? 11. ഈ 2x അങ്ങോട്ട് പോകുമ്പോൾ -2x ആവും. അപ്പോൾ നമുക്ക് y is equal to എന്ത് വരും? 11 minus 2x ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഈ 3 ഇവിടെ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ ഒപ്പം എഴുതാം. 2x minus 4y is equal to -24. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് y ഈക്വൽ ടു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലെ വൈയുടെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2x minus 4 ഇൻറ്റു y എന്തായിരുന്നു? 11 minus 2x ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു -24. ആ ഇക്വേഷനിൽ ബാക്കി എല്ലാം അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ അവിടെ എത്തുമ്പോൾ മാത്രം നമ്മൾ ആ വൈയുടെ വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 കോമൺ ആയിട്ട് LCM എടുക്കാം. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 3 2s are 6x മൈനസ് ഈ ബ്രാക്കറ്റ് നമുക്ക് ഒരുമിച്ച് മാറ്റാം. 4 ഇൻറ്റു 11 44 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 2 8x all divided by 3 which is equal to -24. Ni 6x minus 44 plus 8x is equal to ഈ 3 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ -24 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എന്ന് വരും. ഇനി 6xും 8xും കൂടി ആകുമ്പോൾ എത്ര വരും? 14x വരും. -44 which is equal to -24 into 3 എത്ര വരും? 72 എന്ന് വരും. ഇനി നമുക്ക് എക്സിൻ്റെ ടേം മാത്രം ഇവിടെ നിർത്താം. 14x is equal to -72. ഈ -44 അങ്ങോട്ട് പോകുമ്പം +44. അപ്പോൾ 14x is equal to -72 + 44 എന്ന് പറയുന്നത് എത്രയാണ്? -28. x is equal to -28 ഡിവൈഡഡ് ബൈ 14 വരൂല്ലേ? ഈ 14 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനിലാണ് വരിക. which is equal to -2. 14 14 1 times, 28 14 2 times. അങ്ങനെ നമുക്കത് -2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ -2 എന്നുള്ളത്. അത് നമുക്ക് y ഈക്വൽ ടു നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ 11 minus 2x ഡിവൈഡഡ് ബൈ 3. അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to 11 minus 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ -2 ആണ് ഡിവൈഡഡ് ബൈ 3. 11 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 2 2s are 4 ഡിവൈഡഡ് ബൈ 3. 11 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 15. 15 ഡിവൈഡഡ് ബൈ 3. 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15ൽ 3 5 ടൈംസ്. അപ്പോൾ വൈയുടെ വാല്യൂ 5 എന്നും കിട്ടി, എക്സിൻ്റെ വാല്യൂ നമുക്ക് -2 എന്നും കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമുക്ക് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സാധാരണ നമുക്ക് ഇവിടെ വരെ ചോദിക്കാറുള്ളൂ. ഇവർ പറഞ്ഞിട്ടുണ്ട് ഹെൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഫോർ വിച്ച് y is equal to mx plus 3. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് y is equal to mx plus 3. ഇതിൽ നമുക്ക് കണ്ടുകിട്ടിയ ഈ എക്സും വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. y എത്രയാണ്? 5. m ഇൻറ്റു എക്സ് എത്രയാണ്? -2 + 3. അപ്പോൾ 5 is equal to -2m അല്ലേ? +3. നമുക്ക് ഇതിങ്ങനെ എഴുതാം. -2m + 3 is equal to 5. കാരണം നമുക്ക് m ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ -2m is equal to 5 + 3 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം.
അപ്പോൾ -3. അതായത് -2m is equal to 5 - 3 എത്രയാണ് 2. അപ്പോൾ m is equal to 2, ഈ -2 വരുമ്പോൾ ഡിവൈഡഡ് ബൈ -2 എന്നാവും അല്ലേ. അപ്പോൾ 2ൽ 2 1 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി? മൈനസും കൂടി എഴുതാൻ മറക്കരുത്. എമ്മിൻ്റെ വാല്യൂ -1 കിട്ടി. നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ ഇങ്ങനെ സോൾവ് ചെയ്യണതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും അത് വെച്ചിട്ട് എമ്മിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്